ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കലോത്സവം ഒന്ന് കാണാൻ പോയാലോ? നമ്മുടെ നിലമ്പൂർ ഉപജില്ലയുടെ കലോത്സവം നടക്കുന്നുണ്ട് ചുങ്കത്ര MBM ഹയർ സെക്കൻഡറി സ്കൂളിൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കലോത്സവം കാണാൻ വന്നതാണ്. അപ്പോൾ കാര്യമായിട്ട് വന്നതിനൊരു കാരണമുണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ ആമിക്കുട്ടിയുടെ നാടോടി നൃത്തമുണ്ട്. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് വന്നത്. അത് മാത്രമല്ല, പിന്നെ കുഞ്ഞാറ്റയുടെ ഗ്രൂപ്പ് സോങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും ഒരു ദിവസമായതുകൊണ്ട് നമുക്ക് പോവാൻ എളുപ്പമായി. അങ്ങനെ നമ്മൾ ഇവിടെ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനും അനുവും അജിത്തേട്ടനും പിന്നെ തുമ്പിയും ആമിയും പിന്നെ അനുവിൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താൻ ആമിക്കുട്ടി മേക്കപ്പൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ സ്റ്റേജിൽ കയറാൻ. ഇതാ ഈ കുട്ടികളൊക്കെ മേക്കപ്പ് ഇട്ട് നിൽക്കുന്നത് നാടോടി നൃത്തത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നല്ല അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു ആമീനെ. നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു. മേക്കപ്പൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആമിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവൾ ആദ്യമായിട്ടാണ് സബ് ജില്ലയിൽ മത്സരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയായിരുന്നു ആൾ. പിന്നെ ഇതാ ഈ പാവക്കുട്ടീനെ കണ്ടു, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഒരു കുട്ടിയുടെ നാടോടി നൃത്തത്തിന് വേണ്ടിയിട്ട് ആ കുട്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഇതാ ഈ സ്റ്റേജിൽ വെച്ചിട്ടാണ് കേട്ടോ ആമിയുടെ പ്രോഗ്രാം നടക്കുന്നത്. അടുത്തത് ആമിയാണ്. കാരണമായൊരു കഥ പറയാ നന്മകൾ പൂക്കും മനസ്സും കാളിയമ്മവും വാസനയുമുള്ള ഒരു ദേശത്തെരയറപ്പൻ. ആമിക്കുട്ടി നല്ല അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ. അമ്മിയുടെ കളി കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞാറ്റേൻ്റെ പ്രോഗ്രാം ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഇങ്ങോട്ട് പോകുന്നു, അവളുടെ സ്റ്റേജിലേക്ക് പോകുന്നു. ഇതാണ് കേട്ടോ അവരുടെ ടീം. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഗ്രൂപ്പ് സോങ്ങൊക്കെ കേൾക്കാൻ. പിന്നെ ഇതാ നമ്മുടെ കുഞ്ഞാറ്റയും ടീമും സ്റ്റേജിൽ കയറാൻ പോവുകയാണ്. അവർ ലാസ്റ്റാണ് കേട്ടോ പാടിയത്. അവരുടെ പാട്ട് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് പാടി കേട്ടോ. അവരുടെ ടീമിൽ നല്ല കോർഡിനേഷൻ ഉണ്ടായിരുന്നു അവർക്ക്. പിന്നെ നല്ല അടിപൊളി ഡ്രസ്സിങ്ങൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേൾക്കാനും. അതുപോലെ എല്ലാവരും നന്നായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് സെക്കൻഡും ഉണ്ടായിരുന്നു കേട്ടോ. സബ് ജില്ലയിൽ സെക്കൻഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിതാ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. തിരിച്ച് പോകുമ്പോൾ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോവാം എന്നുള്ളതിൽ ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അതിലേക്ക് അങ്ങനെ പരതി നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട്. പഴംപൊരി, ഉള്ളിവട, അതേപോലെ ബജ്ജി, കാടമുട്ട, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. സമൂസ ഒരുപാടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങളധികം അങ്ങനെയൊന്നും വാങ്ങിയില്ല. കുറച്ച് കാടമുട്ട, ഒരു പ്ലേറ്റ് കാടമുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല. നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് പോവാം എന്നുള്ളൊരിതിൽ പിന്നെ അധികം ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമാണ്. ആ കണ്ണാടിക്കൂടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അപ്പോൾ അതിങ്ങനെ കണ്ടു നിൽക്കാനൊരു രസം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം കൂടി വയറ്റിലാക്കി കഴിഞ്ഞാൽ വയറിന് പണി കിട്ടില്ലേ. അപ്പോൾ അതിനൊന്നും നിന്നില്ല. പിന്നെ ആമിക്കുട്ടി മേക്കപ്പ് കഴിച്ച കോലാണ് കേട്ടത്. പിന്നെ ഞങ്ങൾ അധികം നേരമൊന്നും അവിടെ നിന്നില്ല. പിന്നെ ഞങ്ങൾ വേഗം പോകുന്നു. വന്ന് നിലമ്പൂർ യൂണിയൻ ഹോട്ടലിലാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ കയറിയത്. അപ്പോൾ ഊണാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവരും നല്ല വിശന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഊണാണ്. ചോറിന് ഒരുപാട് കറികളുണ്ടായിരുന്നു കേട്ടോ. പപ്പടം, പായസം, അതേപോലെ സാമ്പാർ, മീൻകറി, മാങ്ങാ ചമ്മന്തി, ഉപ്പേരി, ഓലൻ, രസം, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ സാധനങ്ങൾ. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ച് വയറ് ഫുള്ളായി. ജിത്തുമോനെ കൊണ്ടുവരാതെയാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അവൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇനി ജിത്തുമോൻ വന്നു കഴിഞ്ഞാൽ ആവശ്യത്തിനധികം കേൾക്കാം എല്ലാവർക്കും. കാരണം തുമ്പീൻ്റെയും ആമീൻ്റെയും കൂടെ അവൻ ഇതുവരെ പുറത്ത് പോയിട്ടില്ല. അപ്പോൾ അവന് ഭയങ്കര സങ്കടമാവും. ഇനിയിപ്പോൾ ഈ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവന് ഒത്തിരി സങ്കടമാവും. എന്നാലും ഇനി അവനെയും കൊണ്ട് ഒരു ദിവസം പോകണം. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ ഒത്തിരി സന്തോഷമായി. കാരണം ആമി നന്നായിട്ട് കളിച്ചു, കുഞ്ഞാറ്റ നന്നായിട്ട് പാടുകയും ചെയ്തു. ആമിക്കുട്ടിക്ക് എ ഗ്രേഡും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷമായി ഇന്ന്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിടാം. ടാറ്റ ബൈ ബൈ, സീ യു.